മുഖം തിളങ്ങാൻ ഇനി കോമ്പാക്ട് പൗഡർ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു പാട് പോലും പുറത്ത് കാണില്ല. വിയർത്താലും എന്ത് തന്നെ വന്നാലും മുഖം നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന കോമ്പാക്ട് പൗഡർ. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, മാറ്റ് മേക്കപ്പാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചാണ് ഞാൻ ആ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റാണ്, വേനൽക്കാലത്ത് മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒലിച്ചു പോകുന്നു, അല്ലെ വിയർത്തിട്ട് അവിടെ പാച്ചായിട്ട് കാണുന്നു. ഇതിനെന്താ ചെയ്യണ്ടേ? പിന്നെ പൗഡർ ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇടുന്ന ടാൽക്കം പൗഡറിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആസ്ബറ്റോസ് പൗഡറാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇതുപോലത്തെ ഇൻഫർമേഷൻ തരുന്ന സ്ഥലത്തുനിന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ്. നമ്മളെല്ലാം ഹെർബലായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ്, നമ്മൾക്ക് എന്തെങ്കിലും ഹെർബലായിട്ടുള്ള ഒരു ടാൽക്കം പൗഡർ, അതായത് ഒരു കോമ്പാക്റ്റ് പൗഡർ, ഫേസിന് ഒരു ഗ്ലോ തരുന്ന, ഫേസിനെ ഒന്ന് കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന, വിയർപ്പൊന്നും വരാതെ ഇട്ട മേക്കപ്പ് പോകാതെ നിർത്തുന്ന ഒരു കോമ്പാക്റ്റ് പൗഡർ ഉണ്ടാക്കി തരുമോ, ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോമ്പാക്റ്റ് പൗഡറാണ്. നമ്മൾക്ക് വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. കോമ്പാക്ട് പൗഡർ ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ട ആരോ റൂട്ട് പൗഡറാണ്. മുഖത്തിന് ഒരു ഇറിറ്റേഷനോ അലർജിയോ ഉണ്ടാകാതെ മുഖത്തിനെ കൂളാക്കി വെക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. രണ്ടാമതായി നമ്മൾ ചേർക്കുന്നത് കോളിൻ ക്ലേ ആണ്. മുഖത്തിന് എണ്ണമയത്തെ കൺട്രോൾ ചെയ്ത് പ്രകാശം തരുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് റോസ് സാൻഡൽവുഡ് ആണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് റോസ് ഫ്ലവർ പെറ്റലിന്റെ പൗഡർ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒറിജിനൽ സാൻഡൽവുഡ് ആണ്. ഇതെല്ലാം 1 ഗ്രാം ആണ് നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ ചേർക്കുന്നത് കടലമാവാണ്, അതായത് വൈറ്റ് ഗ്രാമിന്റെ ഫൈൻ പൗഡർ ആണ് ചേർക്കുന്നത്. ഇപ്പോൾ ചേർക്കുന്നത് കൊക്കോ പൗഡർ ആണ്. ഇതാണ് നമ്മുടെ കളറിന്റെ ടോണിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫൈൻ ആയിട്ട് മിക്സ് ചെയ്യണം. ബ്രഷ് വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഫേസിൽ ഇടാൻ പറ്റിയ ഒരു പൗഡറാണ്, കോമ്പാക്ട് പൗഡറാണ്. നിങ്ങൾക്ക് മേക്കപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ ഇത് വളരെ സേഫ് ആയിട്ട് ഫേസിലിടാം. ഫേസിന് നല്ല ബ്രൈറ്റ്നസ് തരികയും ഫേസിൽ ഒരു അലർജിയോ ഒരു വിയർപ്പിന്റെ തുള്ളികൾ വന്ന് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്കിത് ഇങ്ങനെ ബ്രഷ് കൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കളയുക. നമ്മൾ കോമ്പാക്ട് പൗഡർ എങ്ങനെയാണോ ഇടുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് ബ്രഷ് കൊണ്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കുറച്ചായിട്ട് നമ്മൾക്ക് ഡാബ് ചെയ്ത് ഫേസിൽ തേക്കാവുന്നതാണ്. എല്ലായിടത്തും ഈവൻ ആയിട്ട് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് വന്നോളും. ആരോ റൂട്ട് അത്രയ്ക്കും ബെനിഫിഷ്യൽ ഉള്ള ഒന്നാണ് ഫേസിലേക്കും നമ്മളുടെ ഉള്ളിലേക്കും കഴിക്കാനായിട്ട്. ഇത് വളരെ ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയതുകൊണ്ട് തന്നെ ഫേസിൽ എവിടെയും കട്ട പിടിക്കില്ല. മറ്റുള്ള പൗഡറുകൾ കെമിക്കൽ ചേർന്നതും ആസ്ബറ്റോസ് ചേർന്നതും ഒക്കെ ആയതുകൊണ്ട് സ്കിൻ ക്യാൻസർ വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഇത് അതിൽ നിന്നെല്ലാം നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്നതാണ്. ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വീഡിയോ കണ്ടല്ലോ, ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ കോമ്പാക്ട് പൗഡറാണ്. സോ നിങ്ങൾക്കത് കാണാൻ പറ്റും. എപ്പോഴും എൻ്റെ ഫേസിൽ ഒരു ഗ്ലോയി ഫേസാണ് ഉണ്ടാവുക, കാരണം ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ ഇടാറുള്ളൂ ഫേസിൽ. അതുകൊണ്ട് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ, ഒരു ഗ്ലോയി ഫേസ് കാണാൻ പറ്റും. ഇന്നൊരു മാറ്റ് ഫിനിഷാണ്. ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട് ഫേസിൽ. ഞാൻ പൗഡർ ഇടുന്ന വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ആരോ റൂട്ട്, ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ആരോ റൂട്ട് പൗഡർ, അതൊക്കെ നമ്മളുടെ സ്കിന്നിന് വളരെ കൂളൻ്റാണ്. നമ്മളുടെ സ്കിൻ കെയറിൽ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ പൗഡർ. നമ്മളിപ്പോൾ ചിന്തിക്കരുത്, കുറച്ച് ഏജ് ആയി കഴിയുമ്പോൾ നമ്മളുടെ കൊളാജിൻ്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ട് നമ്മളുടെ കളർ കുറച്ച് മങ്ങും. എപ്പോഴും കുറച്ച് നമ്മൾ ഒരു കോമ്പാക്റ്റൊക്കെ ഇട്ട് ഒരു ചെറിയ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒരുങ്ങി പുറത്ത് പോകുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഇടണ്ട, ഏജിനനുസരിച്ച് നമുക്കത് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്, നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാവുന്നതാണ്. ഒക്കേഷൻ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് എ റെഗുലേറ്റർ ലൈക്ക് ദാറ്റ്. സോ അതുപോലെ നമുക്ക് നമ്മുടെ മേക്കപ്പിനെയും റെഗുലേറ്റ് ചെയ്യാം, നമുക്ക് കൺട്രോൾ ചെയ്യാം. നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോൾ, പാർട്ടിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നൈറ്റ് പാർട്ടിക്ക് പോകുമ്പോൾ, നൈറ്റ് പാർട്ടി
ഞാൻ പറഞ്ഞത് നമ്മളുടെയൊക്കെ ഏജിൽ നമ്മൾ പോകുന്നത് ഒരു ഡിന്നർ വിത്ത് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെ ഫാമിലി ഡിന്നർ അങ്ങനെയൊക്കെ ആയിരിക്കും, ഗെറ്റ് ടുഗെദർ അങ്ങനെയൊക്കെ ആയിരിക്കും പോവുക. സോ അങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരേജിന് പോകുമ്പോൾ, മാരേജിന് പകൽ പോകുമ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ മേക്കപ്പ് കറക്റ്റാണ്, അത് വളരെ നല്ലതാണ്. പിന്നെ കണ്ണൊക്കെ ഞാൻ ലൈറ്റായിട്ടൊന്നും എഴുതുന്നുണ്ട്. എപ്പോഴും ഞാൻ കണ്ണ് വളരെ ലൈറ്റായിട്ട് എഴുതാനാണ് ഇപ്പോൾ ശ്രമിക്കാറുള്ളത്. കാരണം ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന കാരണം ഒരുപാട് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആവാറുള്ളത് കൊണ്ട് ഇങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ മൂടെ ഉണ്ടെങ്കിൽ നല്ലോണം കണ്ണെഴുതും. വളരെ വളരെ റെയറാണ് ഞാൻ അങ്ങനെ കണ്ണെഴുതുന്നത്. പണ്ടൊക്കെ നല്ലോണം കണ്ണെഴുതുമായിരുന്നു. ആൾക്കാർ അതിനെക്കുറിച്ച് ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഒരു ദിവസം ഞാൻ അങ്ങനെ എഴുതിയിട്ട് വരാം വീഡിയോയിൽ. അപ്പോൾ നമ്മൾക്ക് ഈ ആരോ റൂട്ട്, നമ്മളുടെ കടലമാവ്, ചോക്ലേറ്റ് പൗഡറിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് അവരവരുടെ സ്കിന്നിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. നമ്മളിന്ന് ഉണ്ടാക്കി വയ്ക്കുന്നത് ന്യൂഡാണ്, എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ മേക്കപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ നല്ലതാണ്. അത് വെച്ച് ഗ്ലോയി ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് മാറ്റാവുന്നതാണ്. ഞാനത് ഗ്ലോയി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്ലോയി ആയിട്ടുമുണ്ട്, ഗ്ലോയി അല്ലാതെയുമുണ്ട്. സോ രണ്ട് വിധത്തിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രോഡക്റ്റ് നമ്മളുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഇപ്പം ഇട്ടിട്ടില്ല, ഇടും. ഓക്കെ, നമ്മൾ വീഡിയോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് സാധാരണ പ്രോഡക്റ്റ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക. കാരണം നിങ്ങളൊക്കെ കാണട്ടെ. കാരണം എല്ലാവരുടെ അടുത്തും ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ദിവസം തന്നെ വീഡിയോ എത്രമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും സമയമെടുത്ത് കാണട്ടെ. കണ്ടു കഴിഞ്ഞിട്ട് വെബ്സൈറ്റിൽ ഇടാം എന്നാണ് നമ്മളുടെ ഡിസിഷൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് വെബ്സൈറ്റിൽ കാണുമ്പോൾ ഇത് എന്താണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ വീഡിയോ ആയിട്ട് ഇടാറില്ല കേട്ടോ. അത് പറ്റുന്ന കാര്യമല്ല. ചിലതൊക്കെ നമ്മൾ അങ്ങനെ പ്രോഡക്റ്റായിട്ട് തന്നെ ഇടാറുണ്ട്. ചിലതൊക്കെ നമുക്കിവിടെ ഞാൻ ആദ്യമേ തന്നെ എൻ്റെ ഫസ്റ്റുള്ള വീഡിയോസ് കാണുന്നവർക്ക് നമുക്കിവിടെ ആയുർവേദ സ്റ്റോറുണ്ട്. അതിനകത്ത് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കൺമഷി ഇപ്പോൾ സ്റ്റോറിലേക്ക് എടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുങ്ങി നടക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കുക എന്നല്ല, നമ്മളെക്കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ഒരുങ്ങി, എനിക്ക് ലെറ്റേഴ്സൊക്കെ മാറിപ്പോന്നു. ഒരുങ്ങി നടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ റിഫ്ലക്ഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഒരുങ്ങി നടക്കുന്നവരെ കണ്ടിട്ട് നമ്മൾ ചിന്തിക്കാറില്ലേ, എന്ത് രസമാണ് കാണാൻ, ഒരു ഈ പ്രായത്തിൽ എന്ത് ഭംഗിയാണ് കാണാൻ എന്ന് ചിന്തിക്കാറില്ലേ? എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്താത്തത് നമ്മളുടെ തന്നെ തെറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ? നിങ്ങളുടെ പേഴ്സണൽ ടൈം, യുവർ ഓൺ ടൈം, അതെന്താണെന്നറിയാമോ? ചിലപ്പോൾ വീട്ടിൽ ആരുമില്ലാതെ നമ്മൾ വീട് ഒന്ന് ക്ലീൻ ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ടൈഡി ആക്കി വെക്കുക, അടുക്കിപ്പെറുക്കി വെക്കുക, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ മാത്രമാണുള്ളതെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നമ്മളെ റിയലൈസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ആ ഒരു മീ ടൈം എന്ന് പറഞ്ഞവരുണ്ടായിരിക്കണം. നമ്മൾ എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. എന്ന് വെച്ച് രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്നിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ നോക്കരുത്. രാത്രിയിൽ മാക്സിമം 12 ആ ഒരു സമയത്തൊക്കെ ഉറങ്ങുക. അതിൽ മുന്നേ 10 മണിക്കൊക്കെ ഉറങ്ങാൻ പറഞ്ഞാൽ ആരും ഉറങ്ങാറില്ല, ഞാനും ഉറങ്ങാറില്ല. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങളൊരു 7 hours സ്ലീപ്പ് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. ഇതൊക്കെയും ഇനി എന്തിനാണ്, ഒരുപാട് പേരുടെ ചിന്തയാണ്. എനിക്ക് ഇത്ര പ്രായമായി, ഒരുപാട് പേരും ചിന്തിക്കുന്നുണ്ട്, ഇത്രയൊക്കെ വയസ്സായി ഇനിയിപ്പോൾ എന്തിനാ, അല്ലെങ്കിൽ കൊച്ചുമക്കളൊക്കെ ആയി ഇനിയിപ്പോൾ എന്തിനാ ഒരുങ്ങാൻ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ കൊച്ചുമക്കളായാലും അല്ലെങ്കിൽ നമ്മൾ ടീനേജ് ആയാലും 25 വയസ്സാണെങ്കിലും 30 വയസ്സാണെങ്കിലും ഒക്കെ നമ്മളുടെ ഉള്ളിലുള്ള ആ സോൾ എന്ന് പറയുന്നത് അതിന് ഏജ് ആവില്ല. ഒരു സോൾ ആണ് നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മളെന്ന് പറയുന്ന ഈ ശരീരത്തിനകത്തുള്ള ഒരു ജീവൻ. അതിന് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെയും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് പ്രേതം, ഭൂതം, പിശാചൊന്നും അല്ല കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. സോ അതുകൊണ്ട് നമ്മളുടെ സെൽഫിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന് നമ്മൾക്ക് എവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ കിട്ടുന്നതെന്നറിയാമോ? നമ്മൾ സെൽഫ് കെയർ എടുക്കുന്നത് കറക്റ്റാണ്, അല്ലെ നമ്മളെ കെയർ ചെയ്യുന്നത് വളരെ കറക്റ്റാണ്, നമ്മൾക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങിച്ച് നമ്മൾ ഇട്ട് നോക്കി ആഹാ കൊള്ളാം എന്ന് ചിന്തിക്കുന്നത് വളരെ ശരിയാണെന്ന് നിങ്ങൾക്ക് എവിടെ ന്യായം നിങ്ങൾക്ക് കിട്ടുമെന്നറിയാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ പേരൻസ്, അമ്മൂമ്മമാരൊക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചു വന്നതെന്ന്. എനിക്കറിഞ്ഞ് എൻ്റെ മുത്തശ്ശി അവർക്ക് വേണ്ടി ഒരു സമയമേ കണ്ടെത്തി ഞാൻ കണ്ടിട്ടില്ല. ലോകത്തിന് മൊത്തം ഉപകാരം ചെയ്യുന്ന ഒരേ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള പേഴ്സൺ ഞാൻ കണ്ടിരിക്കുന്നത് പുള്ളിക്കാരിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്നതും റെസ്പെക്റ്റ് ചെയ്യും ദൈവം എന്നൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ പുള്ളിക്കാരിയെ പറയുക. ഓക്കെ, അതുപോലെ ഒരു പ്യുവർ സോളായിരുന്നു. അതുപോലെയാണ് എൻ്റെ അമ്മ മക്കൾക്ക് വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തി മക്കൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിച്ച ഒരാളാണ് എൻ്റെ അമ്മ. പറ്റുന്ന വിധത്തിൽ സഹോദരങ്ങളെയും എല്ലാവരെയും സഹായിക്കുന്ന ഒരാൾ. അമ്മയ്ക്ക് വേണ്ടി അമ്മ ഒരു സമയം കണ്ടെത്തി ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞങ്ങളൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴാണ്
അമ്മയ്ക്ക് ഇങ്ങനത്തെ ബാഗ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പ്, അമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, അപ്പോൾ ഇങ്ങനത്തെ സാരി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ മരുമക്കളൊക്കെയാണ് അമ്മയ്ക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ട് കൊടുത്തിരുന്നത്. അപ്പോഴാണ് അമ്മ സമാധാനമായിട്ട് ഇരുന്നിട്ടൊരു നല്ല സാരി ഉടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അത്രയ്ക്കും രാവിലെ മുതൽ രാത്രി മുതൽ സ്കൂളിൽ പോകുന്ന കഷ്ടപ്പെട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ എൻ്റെ അച്ഛൻ ആർമിയിലും കൂടെ ആയിരുന്നത് കാരണം അമ്മ തന്നെ വേണമായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഈവൻ ദോ അമ്മയുടെ പേരൻസും ബ്രദറും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മയെല്ലാണല്ലോ മക്കളുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കും മക്കളുണ്ട്. നമ്മളുടെ മക്കളെ കറക്റ്റായിട്ടുള്ള പാതയിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ജെൻറ്റിൽ പേരൻറ്റിങ് എന്ന് പറയും. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് അത് എന്ന് പറഞ്ഞ് അവരെ ഒരു സ്ട്രിക്റ്റ് ആക്കാതെ, അവരുടെ അടുത്ത് ഓർഡർ ചെയ്യാതെ, അവർ പോലും അറിയാതെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടിട്ട് നല്ല പാതയിലൂടെ ഗൈഡ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് അവരെ എത്തിക്കുക. എന്ന് വെച്ചാൽ IAS ആകണമെന്ന് വെച്ചാൽ അവർ IAS ആകണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. ഈക്വൽ ടു ദാറ്റ് എനി പൊസിഷൻ ഈസ് ഓക്കെ അല്ലേ? നമ്മൾ അങ്ങനെ അവരെത്തുമ്പോൾ നമ്മൾക്ക് സമാധാനമാണ് ഉണ്ടാകുക. പിന്നെ അവർ ഫാമിലി ലൈഫിൽ സെറ്റിലായി കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഫൈൻ ഫോർ us. അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾക്ക് വേറെ ഒന്നും വേണ്ട. അത് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുക. ചിലപ്പോൾ അവരെ കുറച്ച് നാൾ കാണാതിരിക്കേണ്ടി വരുമായിരിക്കും, ഹോസ്റ്റലിൽ പോകുമായിരിക്കും. ദാറ്റ് ഈസ് എവറിത്തിങ് ഈസ് ഫൈൻ ഫോർ ദെയർ ഫ്യൂച്ചർ. ഈ സമയത്ത് അവരൊക്കെ ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളെ കെയർ ചെയ്യാൻ കുറച്ച് സമയം കിട്ടുമ്പോൾ ഒരിക്കലും അത് വേണ്ടാന്ന് വെച്ച് മാറ്റി നിർത്തേണ്ട, അല്ലെ നാണം കെടുന്ന ഒരു കാര്യമേ അല്ല. നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കാതെ, നമ്മൾക്ക് നമ്മളെ കെയർ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾക്കൊരു നല്ല ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ഒക്കെ തന്നെ നമ്മളോടുള്ള റെസ്പെക്റ്റാണ്. ഓക്കെ, നമ്മളുടെ ഉള്ളിലുള്ള സോളിനോടുള്ള റെസ്പെക്റ്റാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ നമ്മളെ എങ്ങനെയാണ് ബ്രിങ്ങിങ് അപ്പ് ചെയ്ത് കൊണ്ടുവന്നത്, ആ ഒരു ബ്രിങ്ങിങ് അപ്പിന് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റും കൂടിയാണ്. സോ അതുകൊണ്ട് സെൽഫ് കെയർ ചെയ്യാൻ മറക്കരുത്. ഒരിക്കലും നിങ്ങൾ കെയർ ചെയ്യുന്നത് എന്തിനാണ്, ഇനിയിപ്പോൾ എന്തിനാണ്, ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 70 വയസ്സിലും 80 വയസ്സിലും ഒക്കെ നല്ല അടിപൊളി സുന്ദരന്മാരായിട്ടുള്ള ആളുകളെ, നല്ല പക്ക ട്രിമ്മായിട്ട് ഫിറ്റായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. നിങ്ങളെ കെയർ ചെയ്യുന്നതിനകത്ത് നിങ്ങൾ പ്രൗഡാകുക. അവിടെ നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ പുറകെ വരുന്ന തലമുറയ്ക്കും കൂടെ ഒരു കോൺഫിഡൻസ് ആണെന്നുള്ളത് മറക്കരുത്. കാരണം മൈ പേരൻസ് ആർ ഓക്കെ, അല്ലദർവൈസ് മൈ ഗ്രാൻഡ് പേരൻസ് ആർ ഓക്കെ എന്ന് നമ്മുടെ പുറകെ നമ്മളെ പിന്തുടർന്ന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു വളരെ വലിയൊരു കോൺഫിഡൻസ് ആണ്. നമ്മളെ കണ്ടാണ് അവർ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് വരിക. സോ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ചുറ്റുമുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവായിക്കോളും. നമ്മുടെ കുട്ടികളും അവരുടെ കുട്ടികളും ഒക്കെ തന്നെ നമ്മളെ കണ്ട് പോസിറ്റീവായി വന്നോളും. ലോകം മൊത്തം പോസിറ്റീവ് മാത്രമായിരിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാം. പോസിറ്റീവിന് മാത്രമേ ഈ ചാനലിൽ വെൽക്കം ഉള്ളൂ. നെഗറ്റിവിറ്റി എന്താണെങ്കിലും നമ്മളെടുത്ത് ദൂരെ കളയുന്നതായിരിക്കും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. നമ്മൾ അവിടെ റൂൾഡ് ഔട്ട് ചെയ്യും. പോസിറ്റിവിറ്റി മാത്രമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ചാനലിലേക്ക് അട്രാക്റ്റ് ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാം തന്നെ വളരെ പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇങ്ങനെ കണക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ പുതുതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കെല്ലാം മൈ ഹാർട്ടി വെൽക്കം, സ്വീറ്റ് വെൽക്കം, സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും എൻ്റെ കൂടെ നിങ്ങളുണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണും. ടേക്ക് കെയർ.